നമസ്കാരം സുഹൃത്തുക്കളെ, വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സിനിമ തുടങ്ങുമ്പോൾ സ്വന്തം സുഹൃത്തിൻ്റെ മരണത്തിൻ്റെ ആദരാഞ്ജലി സ്റ്റാറ്റസായി ഇട്ടുകൊടുക്കാൻ പറയുന്ന അഞ്ജലിയുടെ മുത്തശ്ശിയെ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഈ അഞ്ജലിക്ക് ഒരു കല്യാണ ആലോചന വന്നിരിക്കുകയാണ്. പന്തളത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. മാട്രിമോണി വഴിയാണ് ആലോചന വന്നതെങ്കിലും ആ പന്തളത്തുള്ള ആൾക്കാർ അവിടെയുള്ള കരയോഗം വഴി അഞ്ജലിയുടെ വീടിന് അടുത്തുള്ള കരയോഗം പ്രസിഡന്റായ വേണുവിനെ വിളിച്ചിട്ടാണ് ഈ അഞ്ജലിയുടെ വീട്ടുകാർ അഞ്ജലി എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് അവർ വരാൻ പോകുന്ന ഞായറാഴ്ച കല്യാണം ഉറപ്പിക്കാൻ വേണ്ടി വരുന്നത്. ആയതിനാൽ തന്നെ ഈ കരയോഗം പ്രസിഡന്റ് വേണു അഞ്ജലിയുടെ അച്ഛനായ മുരളിയുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് താൻ കാരണമാണ് ഈ കല്യാണം ഇപ്പോൾ നടക്കാൻ പോകുന്നത് എന്നാണ്. ഇതിനിടയിൽ വേണുവിനെ മുരളി വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണുവിൻ്റെ മകളുടെ ഫോണിൽ ഒരു റീല് ഈ വേണു കാണുന്നുണ്ട്. അത് മുരളിയുടെ മകൾ അഞ്ജലിയുടെ ഇമേജൊക്കെ വച്ചിട്ടുള്ള ഒരു റീലായിരുന്നു. ഈ റീൽ ഇട്ടിരിക്കുന്നവൻ്റെ പേരാണ് സുഹേൽ. ഈ സുഹേൽ അഞ്ജലിയുടെ കല്യാണം എന്ന് ഉറപ്പിച്ചു എന്നറിഞ്ഞു അന്ന് തൊട്ട് ഇവൻ ഇങ്ങനെ റീൽ ഇടുകയാണ് എന്ന് വേണു മുരളിയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. ഇത് മാത്രമല്ല, മുരളിയുടെ അടുത്ത് വേണു കുറച്ച് എരിയും കൂടെ കയറ്റി കൊടുക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവസാനം താലി കെട്ടുന്നതിന് തൊട്ട് മുമ്പായിരിക്കും അവൾ വല്ല കാമുകൻ്റെയും കൂടെ ഇറങ്ങിപ്പോകുന്നത്. അവസാനം പന്തളത്തുകാരോട് ഞാനായിരിക്കും മറുപടി പറയേണ്ടത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നീ നിന്റെ മകളെടുത്ത് പോയി ചോദിക്കാൻ വേണു മുരളിയുടെ അടുത്ത് പറയുന്നുമുണ്ട്. എന്നാൽ ഇവിടെ മുരളിയുടെ വീട്ടിൽ അഞ്ജലി അവളുടെ കൂട്ടുകാരിയെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് തനിക്ക് നടക്കാൻ പോകുന്ന കല്യാണത്തിനെക്കുറിച്ച് ആശങ്ക ഉണ്ടെന്നും അത് നടന്നു കഴിഞ്ഞാൽ അധികകാലം മുന്നോട്ട് പോകില്ല എന്നും അവൾ പറയുന്നുണ്ട്. കാരണം എന്തെന്ന് കൂട്ടുകാരി ചോദിക്കുമ്പോൾ അവൾ പറയുന്നത് ഇങ്ങനെയാണ്: തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അടുത്ത് എന്ത് സംസാരിച്ചിരുന്നാലും അത് ഒരു കുറ്റം പോലെയാണ് അവൻ കാണുന്നത്. അതിന് ഉദാഹരണമായി അവൾ ഒരു കാര്യം പറയുന്നുണ്ട്. അവളൊരിക്കൽ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ കോൾ വരികയുണ്ടായി. എന്ത് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് അവൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഉള്ളി തൊലിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും അവനൊരു കുറ്റമായി പോയി. കാരണം അവൻ്റെ നാട്ടിൽ തൊലിക്കുക എന്ന് പറഞ്ഞാൽ വലിയ തെറിയാണത്രേ. ഇത് മാത്രമല്ല, അഞ്ജലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന് അവരെ വീട്ടുകാരെല്ലാം എന്തോ കൂടിയ ആൾക്കാരും അഞ്ജലിയുടെ വീട്ടുകാരെല്ലാം എന്തോ കുറഞ്ഞ ആൾക്കാരും എന്ന മട്ടിലാണ് അവൻ്റെ സംസാരമെന്നും കൂട്ടുകാരിയുടെ അടുത്ത് അഞ്ജലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട ആ കൂട്ടുകാരി അഞ്ജലിയുടെ അടുത്ത് പറയുന്നു, നീ നല്ലവണ്ണം ആലോചിച്ചിട്ട് നിന്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ. ഉടനെ തന്നെ അഞ്ജലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ കോൾ വരികയാണ്. കൂട്ടുകാരിയുടെ കോൾ കട്ട് ചെയ്തിട്ട് അവൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുകയാണ്. അവൻ അപ്പോൾ ചോദിക്കുകയാണ്, നീ കോൾ വെയിറ്റിംഗിലായിരുന്നല്ലോ, നീ ആരെയാണ് കോൾ ചെയ്തുകൊണ്ടിരുന്നത്? അഞ്ജലിയുടെ കോൾ ലിസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ അവന് വേണം എന്നായി. അഞ്ജലിക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ മുരളി വീട്ടിലേക്ക് എത്തുന്നുമുണ്ട്. അങ്ങനെ അന്ന് രാത്രി അഞ്ജലിയുടെ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശിയുടെ സപ്പോർട്ടോടു കൂടി അഞ്ജലി ആ വിവാഹ കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. തനിക്ക് വന്ന ഈ വിവാഹത്തിൽ തനിക്ക് താല്പര്യം ഇല്ല എന്ന് അഞ്ജലി അച്ഛൻ്റെ അടുത്ത് പറയുന്നു. ഉടനെ തന്നെ അച്ഛൻ സുഹേലിൻ്റെ കാര്യം ചോദിക്കുന്നു. ആരാണ് ഈ സുഹേൽ എന്ന് അഞ്ജലി പറയുന്നു. സുഹേൽ തൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണെന്നും അവൻ തൻ്റെ പുറകെ നടന്ന് കുറേ വർഷങ്ങളായി ശല്യം ചെയ്തു കൊണ്ടിരിക്കുകയാണെന്നും അഞ്ജലി പറയുന്നു. അവനും ഞാനുമായി ഒരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യവും അഞ്ജലി തുറന്നു പറയുന്നുണ്ട്. പക്ഷേ അഞ്ജലിയുടെ അമ്മയ്ക്കും അച്ഛനും ഇതത്രയ്ക്ക് വിശ്വാസം വരുന്നില്ല. ഈ കല്യാണം മുടക്കാനാണ് നിന്റെ ഭാവമെങ്കിൽ തൂങ്ങിച്ചത്ത് കളയുമെന്നൊക്കെ അഞ്ജലിയുടെ അമ്മ പറഞ്ഞ് ഈ കല്യാണം നടത്താൻ വേണ്ടി അഞ്ജലിയെ ഭീഷണിപ്പെടുത്തുന്നു. സത്യത്തിൽ അഞ്ജലിയുടെ അവസ്ഥ ചെകുത്താൻ്റെയും കടലിൻ്റെയും ഇടയ്ക്കായതുപോലെയാണ്. ഒരു സൈഡ് സുഹേൽ, മറ്റൊരു സൈഡ് ടോക്സിക്കായ തന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പയ്യൻ. അവസാനം നിവൃത്തിയില്ലാതെ മാതാപിതാക്കളുടെ നിർബന്ധത്തിന് തൽക്കാലം അഞ്ജലി വഴങ്ങുന്നു. എന്നാൽ അഞ്ജലിയുടെ മുത്തശ്ശിക്കും ആ പന്തളത്തുള്ള പയ്യൻ അഞ്ജലിയെ കല്യാണം കഴിക്കുന്നതിൽ വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. സുഹേൽ അഞ്ജലിയെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന കാര്യം വീട്ടിലറിഞ്ഞു എന്നുള്ളത് അഞ്ജലിയുടെ കൂട്ടുകാരിയും അറിയുന്നു. കൂട്ടുകാരി സുഹേലിനെ വിളിച്ച് വഴക്ക് പറയുന്നുണ്ട്. ഇങ്ങനെ വഴക്ക് കിട്ടുന്നതിനിടയിൽ സുഹേലിന് ഒരു കാര്യവും കൂടി അറിയാൻ കഴിയുന്നു. അഞ്ജലിക്ക് ഈ നടക്കാൻ പോകുന്ന കല്യാണത്തിന് അത്ര താല്പര്യം ഇല്ല എന്നുള്ള കാര്യം. സുഹേൽ ഈ കാര്യം തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ശക്തിയെയും അറിയിക്കുന്നു. ശക്തി ഉടനെ തന്നെ സുഹേലിന്റെ അടുത്ത് പറയുന്നു, ഇപ്പോഴും നിനക്ക് അവളെ കിട്ടാനുള്ള ചാൻസ് കാണുന്നുണ്ട്. നമുക്ക് നാളെ അവളുടെ വീട് വരെ പോകാം. അവളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത്. അങ്ങനെ അവർ പിറ്റേന്ന് അഞ്ജലിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പിറ്റേ ദിവസം അഞ്ജലിയുടെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ രണ്ടുപേർ വരുന്നുണ്ട്.
അവരുടെ മുന്നിൽ വെച്ച് അഞ്ജലിയുടെ മുത്തശ്ശി തളർന്ന് താഴെ വീഴുന്നു. ഇത് കണ്ട പെയിന്റർ സന്ദീപ് മുത്തശ്ശിയുടെ അടുത്ത് ഓടിയെത്തിയിട്ട് അവരുടെ മുഖത്ത് കുറച്ച് വെള്ളം തളിക്കാൻ കൂടെ ഉണ്ടായിരുന്ന അനി എന്ന പെയിന്റർ അടുത്ത് പറയുന്നു. എന്നാൽ ഈ മണ്ടനായ അനി വെള്ളം അടുത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന വാഷ് ചെയ്യുന്ന പ്ലഷർ മെഷീൻ ഉപയോഗിച്ച് മുത്തശ്ശിയുടെ ദേഹത്തേക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. ഇത് കണ്ട സന്ദീപിന് ദേഷ്യം വരുന്നുണ്ട്. എന്നാലും സന്ദീപ് വീട്ടിലുള്ള മുരളിയെയും വീട്ടുകാരെയും എല്ലാം വിളിച്ചുകൂട്ടി മുത്തശ്ശിയെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് മുത്തശ്ശി മരണപ്പെടുന്നു. മുത്തശ്ശി മരിക്കുന്നത് അറ്റാക്ക് മൂലമാണ്. പക്ഷേ സന്ദീപ് ഒരു ചെറിയ കളി അവിടെ കളിക്കുന്നുണ്ട്. കൂടെയുള്ള അനിയെ സന്ദീപ് പറഞ്ഞു പേടിപ്പിക്കുന്നു. നീ ആ പ്ലഷർ മെഷീൻ ഉപയോഗിച്ച് മുത്തശ്ശിയുടെ ശരീരത്തിൽ സ്പ്രേ ചെയ്തത് കൊണ്ടാണ് അവർക്ക് അറ്റാക്ക് വന്നത്. അങ്ങനെയാണ് അവർ മരിച്ചുപോയത്. നിന്റെ കൈകൊണ്ടൊക്കെ അവർക്ക് ചാവേണ്ട വിധി വന്നല്ലോ എന്ന് സന്ദീപ് പറയുന്നു. ഇത് മാത്രമല്ല, നിനക്ക് അമ്മച്ചി ശാപം ഉണ്ടാകുമെന്നും ഈ ശാപം മാറണമെങ്കിൽ നീ കാശിയിൽ പോയി തൊഴുത് 1001 അമ്മച്ചിമാരുടെ കാലിൽ തൊട്ട് തൊഴണമെന്നും അവൻ പറയുന്നു. ഇത് മാത്രമല്ല, മുത്തശ്ശി മരിക്കാൻ കാരണം നീയാണെന്ന് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി സന്ദീപ് അനിയെ നല്ല രീതിയിൽ മുതലെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ അഞ്ജലിയുടെ മുത്തശ്ശി ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ച വിവരം നാട്ടിലും വീട്ടിലും എല്ലാം അറിയുന്നു. ഇത് അറിഞ്ഞ പാടെ തന്നെ ട്യൂബ് ലൈറ്റൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു ടീം ആ മരണ വീട്ടിലെത്തുകയും അവരുടെ ട്യൂബ് ലൈറ്റൊക്കെ അവിടെ കെട്ടാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബിസിനസ് കൈവിട്ട് പോകാൻ പാടില്ലല്ലോ. ഇങ്ങനെ ട്യൂബ് ലൈറ്റ് കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മരണ വീട്ടിന്റെ അയൽവക്കത്തുള്ള പ്രസന്നൻ എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ നിന്നും വലിയ രീതിയിലുള്ള ബാൻഡ് മേളമെല്ലാം കേൾക്കുന്നുണ്ട്. പ്രസന്നന്റെ മകന് ഒരു ട്രൂപ്പുണ്ട്. അതിന്റെ പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മരണ വീട്ടിൽ ട്യൂബ് ലൈറ്റ് കെട്ടാമെന്ന ഒരാൾ അവിടേക്ക് ചെന്ന് പറയുന്നുണ്ട്, അയൽവക്കത്ത് ഒരു മരണം നടന്നിരിക്കുകയാണ്, അതുകൊണ്ട് നിങ്ങളുടെ ബാൻഡ് മേളം ഒന്ന് നിർത്തിവെക്കണം. ഇത് കേട്ട ആ പയ്യന്മാർ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് വൈകുന്നേരം ഒരു പ്രോഗ്രാമുണ്ട്, അതിന്റെ പ്രാക്ടീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, ആ മുത്തശ്ശിയുടെ ബോഡി എപ്പോഴാണോ ആ വീട്ടിൽ കൊണ്ടുവരുന്നത് അപ്പോൾ തൊട്ട് നമ്മൾ ഈ ബാൻഡ് മേളം നിർത്തിവെക്കാം എന്ന. ഈ സമയം അവിടെയുള്ള മെമ്പർ മരണ വീട്ടിലേക്ക് കസേരയും ടാർപ്പയും എല്ലാം കൊണ്ടിറക്കുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശിയുടെ ഇളയ മകളെ കെട്ടിയ രാജേന്ദ്രൻ തൊട്ടടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളടുത്ത് ചോദിക്കുകയാണ്, ബന്ധുക്കൾ എല്ലാം തന്നെ തൊട്ടടുത്തല്ലേ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ ബോഡി നമുക്ക് ഒരു 2 മണിക്ക് എടുക്കാമെന്ന് പറയുന്നു. ഇത് കേട്ട പാടെ തന്നെ ആ മരിച്ചുപോയ മുത്തശ്ശിയുടെ ഇളയ സഹോദരൻ പറയുകയാണ്, അതൊക്കെ തീരുമാനിക്കാൻ നീ ആരാണ് എന്ന്. അതൊക്കെ തീരുമാനിക്കുന്നത് കരയോഗക്കാരാണെന്ന് അയാൾ പറയുന്നു. എന്നാൽ മെമ്പറും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. മെമ്പർ പറയുക കരയോഗക്കാർ വന്ന് ചോദിക്കുമ്പോൾ മെമ്പർ പറഞ്ഞിട്ടാണ് 2 മണിക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഈ സമയം അഞ്ജലിയെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന സുഹേലും അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശക്തിയും ഈ വീട്ടിലെത്തുകയാണ്. അവിടെ എത്തുമ്പോഴാണ് അവർ അറിയുന്നത് അഞ്ജലിയുടെ മുത്തശ്ശി മരിച്ചുപോയ കാര്യം. ഇപ്പോൾ ഇതൊരു മരണ വീടായതുകൊണ്ട് ശക്തി സുഹേലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു, മരണ വീടായതുകൊണ്ട് ആർക്ക് വേണോ എപ്പോഴും വേണോ കയറി ചെല്ലാം, അതുകൊണ്ട് നീ വേഗം ചെന്ന് അഞ്ജലിയെ കാണുകയും നിന്റെ സെന്റിമെന്റ്സ് വർക്കൗട്ടാക്കി അവളെ വളയ്ക്കാനും പറയുന്നു. ശക്തിയുടെ അടുത്ത് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മരണ വീട്ടിലെ കരച്ചിലൊക്കെ കാണുമ്പോൾ എനിക്ക് ചിരി വരുമെന്ന് പറഞ്ഞ് ശക്തി പുറത്തു തന്നെ നിൽക്കുന്നു. അങ്ങനെ സുഹേൽ ആ മരണ വീട്ടിലേക്ക് പോവുകയാണ് അഞ്ജലിയെ കാണാൻ വേണ്ടി. അഞ്ജലി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് സുഹേലിന് കാണാൻ കഴിയുന്നു. പക്ഷേ സുഹേലിന് അഞ്ജലി കാണുന്നില്ല. ഈ സമയം പുറത്തു നിന്ന ശക്തിയെ ട്യൂബ് ലൈറ്റ് കെട്ടാമെന്നവർ കാണുന്നു. അവർ വിചാരിക്കുന്നു യവൻ വല്ല കള്ളനും മറ്റോ ആണോ. എന്നാൽ ചടങ്ങ് നടത്തേണ്ട കുഴിയെടുക്കേണ്ട ബംഗാളി വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് മെമ്പർ അങ്ങനെ ആലോചിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു. അതാ നിൽക്കുന്നു ശക്തി. ശക്തിയാണ് ആ ബംഗാളി എന്ന് വിചാരിച്ച് ശക്തിയെ വിളിച്ചു കൊണ്ടുപോയി കുഴിയെടുക്കേണ്ട സ്ഥലം ശക്തിക്ക് കാണിച്ചു കൊടുക്കുന്നു. ശക്തിയാണെങ്കിൽ പേടിച്ച് ഒന്നും മിണ്ടുന്നുമില്ല. അങ്ങനെ സുഹൃത്തിന് പ്രണയിക്കാൻ കൂട്ടുവന്നവൻ മരണത്തിന് കുഴിയെടുക്കേണ്ട അവസ്ഥ വരുന്നു. ഈ സമയം ആ മരണ വീട്ടിലെ അടുക്കളയിൽ അയൽവക്കത്തുള്ള പെണ്ണുങ്ങളുടെ ചർച്ച നടക്കുകയാണ്. മരിച്ചുപോയ മുത്തശ്ശി നല്ലൊരു മുത്തശ്ശിയായിരുന്നു എന്നൊക്കെയായിരുന്നു അവരുടെ ചർച്ച. ആ ചർച്ചയിൽ അയൽവക്കത്തുള്ള പ്രസന്നന്റെ ഭാര്യയുമുണ്ടായിരുന്നു. അവിടെ വെച്ച് അവൾക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു, ഈ മരിച്ചുപോയ മുത്തശ്ശിയെ അടക്കാൻ പോകുന്നത് തങ്ങൾ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയുടെ സൈഡിലാണ് എന്ന്. ഈ കാര്യം പ്രസന്നന്റെ ഭാര്യ പ്രസന്നനെ കണ്ട് പറഞ്ഞ് എരികേറ്റി കൊടുക്കുന്നു. വഴിയുടെ സൈഡിൽ ഒരിക്കലും അടക്കാൻ പറ്റില്ല എന്ന് പ്രസന്നൻ നേരെ ചെന്ന് മെമ്പറിൻ്റെ അടുത്ത് പറയുന്നു. മെമ്പർ ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്ന മുരളിയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. മുരളി പറയുന്നു, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങ് ചെയ്യാനും പറയുന്നു. ഈ സമയം കുഴി വെട്ടിക്കൊണ്ടിരിക്കുന്നത് ശക്തിയാണല്ലോ. ശക്തി ഒരു ബംഗാളിയാണ് എന്ന് വിചാരിച്ചാണ് അവർ കുഴി വെട്ടാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അവിടേക്ക് മെമ്പറും മറ്റുള്ളവരും വന്ന് പറയുന്നു, ഇവിടെ കുഴി വെട്ടണ്ട, നീ അപ്പുറത്തോട്ട് മാറ്റി വെട്ടാൻ പറയുന്നു. എന്നാൽ ആ മരിച്ചുപോയ മുത്തശ്ശിയുടെ അനിയൻ പറയുകയാണ്, അവിടെ കന്നിമൂലയാണ്, കന്നിമൂലയിൽ കുഴി വെട്ടാൻ പറ്റില്ല. എന്നാൽ മെമ്പർ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവസാനം ശക്തിയെ അവിടെ തന്നെ കുഴി വെട്ടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയാണ്. ഈ സമയം സുഹേൽ അവിടെ എത്തുന്നുണ്ട്. സുഹേലിൻ്റെ അടുത്ത് ശക്തി പറയുന്നു, ആ ബംഗാളിയെ ആറ്റും ഞാൻ കണ്ടിരുന്നെങ്കിൽ ഈ സാധനമെല്ലാം അവൻ്റെ കൊടുത്തിട്ട് ഞാൻ എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടേനെ എന്ന്. അപ്പോഴാണ് സുഹേൽ ഒരു സത്യം പറയുന്നത്, ആ ബംഗാളി അവിടെ വന്നിരുന്നു, അവനൊരു 500 രൂപ കൊടുത്ത് അവനെ അവിടെ നിന്നും പറഞ്ഞു വിട്ടിരുന്നു.
ഇത് കേട്ട ശക്തി തന്റെ തലയിലെഴുത്ത് എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെയും അവിടെ കുഴിക്കാൻ തുടങ്ങുകയാണ്. ഈ സമയം അഞ്ജലി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ ഫോൺ ചെയ്യുകയാണ്. അവനെ ഫോൺ ചെയ്ത് പറഞ്ഞില്ല ഇങ്ങനെ മുത്തശ്ശി മരിച്ച കാര്യം, അവന്റെ അച്ഛനെയും അമ്മയും അവൾ തന്നെ വിളിച്ച് പറയണം എന്നൊക്കെ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുകയാണ് ഫോണിലൂടെ. അവന്റെ അച്ഛനെയും അമ്മയും അവൾ തന്നെ വിളിച്ച് പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയം കരയോഗം പ്രസിഡന്റ് വേണു കുറെ കസേരയൊക്കെ ആയിട്ട് അവിടെ എത്തുകയാണ്. എന്നിട്ട് അവിടെ കിടക്കുന്ന കസേര ആരാണ് കൊണ്ടിട്ടതെന്ന് ചോദിക്കുന്നു. അത് മെമ്പറാണ് എന്നറിയുമ്പോൾ ആ കിടക്കുന്ന കസേരയൊക്കെ എടുത്തു മാറ്റിയിട്ട് കരയോഗത്തിന്റെ കസേര അവിടെ എടുത്തിടാൻ വേണ്ടി വേണു പറയുകയാണ്. അതായത് മരണ വീട്ടിലെ ഫുള്ള് കൺട്രോൾ ഏറ്റെടുക്കാൻ വേണ്ടി വേണു മുമ്പിട്ട് നിൽക്കുകയാണ്. എന്നാൽ മെമ്പർ ഉടക്കുന്നു. കൊണ്ടിട്ട കസേര എടുത്തുകൊണ്ട് പോവില്ല എന്ന് മെമ്പർ കട്ടായം പറയുന്നു. ഈ സമയം മുരളി അവിടേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് മെമ്പറിനെ മാറ്റി നിർത്തിയിട്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു. തൻ്റെ മകളുടെ കല്യാണം നടക്കാൻ പോകുന്നത് ഇയാൾ കാരണമാണ്, അതുകൊണ്ട് അയാളെ പിണക്കാൻ പറ്റില്ല, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ കിടക്കുന്ന കസേര ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാൻ പറയുന്നു. കാര്യം മനസ്സിലാക്കിയ ആ മെമ്പർ കസേര എടുത്ത് മാറ്റി കൊടുക്കുകയും ചെയ്യുന്നു. ഇതുമാത്രമല്ല, കരയോഗം പ്രസിഡന്റ് വേണു ആ മരണ വീട്ടിലെ എല്ലാ കാര്യത്തിലും കയറിയങ്ങ് ഇടപെടുകയാണ്. ഇതിനോടൊപ്പം ബോഡി എടുക്കുന്ന സമയത്തിലും മാറ്റം വരുത്തുകയാണ്. അതായത് അഞ്ജലി കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്റെ അച്ഛനും അമ്മയും അവിടെ എത്തുന്നത് ഏകദേശം 3:30 മണിയാകുമെന്നും അതുകൊണ്ട് ബോഡി 3:30 മണിക്ക് എടുത്താൽ മതിയെന്ന് കരയോഗം പ്രസിഡന്റ് വേണു തീരുമാനിക്കുന്നു. ഈ സമയത്താണ് ബോഡി കുഴിച്ചിടുന്നത് കന്നിമൂലയിലാണെന്ന് കരയോഗം പ്രസിഡന്റ് വേണു അറിയുകയും അത് അവിടെ കുഴിച്ചിടാൻ പറ്റില്ല എന്നും പഴയതുപോലെ ആ പ്രസിഡന്റിന്റെ വഴിയുടെ സൈഡിൽ തന്നെ കുഴിച്ചിടണമെന്നും അവർ തീരുമാനിക്കുന്നു. വീണ്ടും ശക്തി അവിടേക്ക് കുഴിയെടുക്കാൻ വേണ്ടി പോകുന്നു. പ്രസന്നൻ ഇത് കാണുന്നു. പ്രസന്നനും ഭാര്യയും അവിടെ കിടന്ന് വൻ കലിപ്പ് ഉണ്ടാക്കുന്നു. ഈ വഴക്കിനിടയിൽ പ്രസന്നനെ അടിക്കാൻ വേണു മുരളിയുടെ പറയുന്നു. വേണു പല പ്രാവശ്യം പറഞ്ഞെങ്കിലും മുരളി അടിക്കാൻ തയ്യാറാകുന്നില്ല. എന്നാൽ ഇത് കേട്ട് വേണുവിന്റെ കൂടെയുള്ള സതീശൻ എന്ന് പറയുന്ന ഒരുത്തൻ ആ പ്രസന്നനെ അടിക്കുന്നു. പ്രസന്നനും ഭാര്യയും കൂടി നേരെ തറയിൽ ചെന്ന് വീഴുന്നു. ഈ നടക്കുന്ന വഴക്കെല്ലാം ദൂരെ വീട്ടിൽ നിന്ന് അഞ്ജലി കാണുന്നുണ്ടായിരുന്നു. അഞ്ജലിക്ക് അപ്പോൾ ഒരു കാര്യം കൂടി മനസ്സിലാവുന്നു. അവിടെ കുഴിയെടുക്കാൻ നിൽക്കുന്നത് തൻ്റെ സീനിയറായി പഠിച്ച ശക്തി എന്ന് പറയുന്നവനാണെന്ന്. ഇത് മാത്രമല്ല, തൻ്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന സുഹേലും അവിടെ ഉണ്ടെന്ന് അഞ്ജലിക്ക് കാണാൻ കഴിയുന്നു. പ്രസന്നൻ അടികൊണ്ട് തറയിൽ വീഴുന്ന ആ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ നിന്നും മുത്തശ്ശിയുടെ ബോഡിയുമായി ആംബുലൻസ് ആ വീട് മുറ്റത്ത് എത്തിയിരുന്നു. എല്ലാവരും ബോഡി ഇറക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്നു. ഈ സമയം അടികൊണ്ട പ്രസന്നൻ ഒരു വെല്ലുവിളി നടത്തുകയാണ്. തന്നെ ഇവിടെ ഇട്ട് അടിച്ചിട്ട് നിങ്ങൾ സമാധാനമായി ഇവരെ അടക്കുമോ എന്ന് ചോദിക്കുന്നു. ഇവരെ അടക്കാൻ പറ്റാതെ നിങ്ങൾ ഇവിടെ കിടന്ന് ഓടുമെന്ന് പ്രസന്നൻ വെല്ലുവിളിക്കുകയാണ്. ഇതുകൂടിയാകുമ്പോൾ കരയോഗം പ്രസിഡന്റ് വേണുവിന്റെ തീരുമാനപ്രകാരം കുഴിയെടുക്കുന്ന സ്ഥലം വീണ്ടും മാറ്റുകയാണ്. അവർ കുഴിയെടുത്തുകൊണ്ട് നിന്ന ശക്തി അടുത്ത് വന്ന് പറയുകയാണ്, നീ ഇവിടെയും കുഴി എടുക്കണ്ട, ആദ്യം എടുത്ത സ്ഥലത്തും കുഴി എടുക്കണ്ട, നീ എടുക്കേണ്ടത് ആ ആഞ്ഞിലിൻ്റെ അവിടെയാണെന്ന് പറയുന്നു. ഇത് കേട്ട ശക്തിക്ക് പ്രാന്തെടുക്കുകയാണ്. വേറെ നിവൃത്തിയില്ലാത്ത ശക്തി പുതിയ സ്ഥലത്ത് കുഴിയെടുക്കാൻ തുടങ്ങുന്നു. കുഴിയെടുക്കാൻ പറഞ്ഞവന്മാരെ എല്ലാം പ്രാവിക്കൊണ്ട്. ഈ സമയം അഞ്ജലി സുഹേലിനെ വീടിൻ്റെ പുറകുവശത്ത് വിളിച്ചിട്ട് പറയുന്നു, നിന്റെ അടുത്ത് ഞാനൊരു 1000 പ്രാവശ്യം പറഞ്ഞതാണ് എനിക്ക് നിന്നെ ഇഷ്ടം അല്ലാന്ന്, പിന്നെ എന്തിനാണ് ഇങ്ങനെ എൻ്റെ പുറകെ കിടന്ന് കറങ്ങുന്നത് എന്ന് ചോദിക്കുന്നു. അച്ഛൻ എങ്ങാനും അറിഞ്ഞാൽ പ്രശ്നമാകും, അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പോകാൻ പറയുന്നു. എന്നാൽ സുഹേൽ എത്ര പറഞ്ഞാലും മനസ്സിലാവാത്ത ഒരു ഇനമാണെന്ന് അവൾക്ക് തോന്നുന്നു. അതുകൊണ്ട് അവൾ അവിടെ നിന്നും പിന്മാറുന്നു. ഇതിനിടയിൽ അടി കിട്ടിയ അയൽവാസിയായ പ്രസന്നൻ അഞ്ജലിയുടെ മുത്തശ്ശി മരിച്ചത് അഞ്ജലിയുടെ അച്ഛൻ കൊന്നതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് കൂട്ടുപിടിക്കുന്നതോ ആ മരണ വീട്ടിൽ ട്യൂബ് കെട്ടാൻ വന്ന ആളെ അയാൾക്ക് മദ്യം വാങ്ങിച്ചു കൊടുത്ത് കൂടെ നിൽക്കാൻ പറയുന്നു. അയാൾ ഓക്കെ എന്നും പറയുന്നുണ്ട്. ഇത് മാത്രമല്ല, മുത്തശ്ശിയുടെ ബോഡി കൊണ്ടുവരുമ്പോൾ പ്രസന്നന്റെ മകൻ ബാൻഡ് മേളം നിർത്താമെന്ന് പറഞ്ഞിരുന്നല്ലോ. പക്ഷേ പ്രസന്നന് ഇപ്പോൾ അടി കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വൈരാഗ്യത്തിൽ ഇനി ബാൻഡ് മേളം നിർത്തുന്നില്ല എന്ന് അവനും തീരുമാനിക്കുന്നു. ഈ സമയം അഞ്ജലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ അഞ്ജലിയെ വിളിച്ചിട്ട് വഴക്ക് പറയുകയാണ്. അവൻ്റെ അച്ഛനെയും അമ്മയെയും മരണം നടന്ന വിവരം അഞ്ജലി തന്നെ വിളിച്ച് അറിയിക്കാത്തതിന്. ഇത് മാത്രമല്ല, കല്യാണം ഇങ്ങനെ ഉറച്ച് നിൽക്കുന്ന സമയത്ത് അഞ്ജലിയുടെ മുത്തശ്ശി മരിച്ചു പോയതിൽ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും അത്ര രസിച്ചിട്ടില്ല എന്നുള്ള കാര്യവും അവൻ പറയുന്നു. ഇത് കേട്ടതോടുകൂടി അഞ്ജലിക്ക് ദേഷ്യം വരികയാണ്. അഞ്ജലി പറയുകയാണ്, നിന്റെ അച്ഛനെയും അമ്മയും വിളിച്ചില്ലെന്നല്ലേ നിന്റെ വിഷമം, ഈ ചടങ്ങൊന്ന് കഴിഞ്ഞോട്ടെ, നിന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നു. ഈ സമയം സുഹേൽ അഞ്ജലിയെ വളയ്ക്കാൻ അടുത്ത അടവുമായി ഇറങ്ങുകയാണ്. അതായത് അഞ്ജലിയുടെ അച്ഛനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കുക. അതിനുവേണ്ടി അവൻ ആദ്യം ചെയ്യുന്നത് മുത്തശ്ശിയുടെ ബോഡി വീടിനകത്തോട്ട് കയറ്റുന്ന സമയത്ത് ആ ബോഡി എടുക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇത് മാത്രമല്ല, പ്രസന്നനെ അടിച്ചതുകൊണ്ട് ബാൻഡ് വായിക്കുന്നത് ഇനി നിർത്തില്ല എന്ന് പ്രസന്നന്റെ മകൻ പറഞ്ഞിരുന്നു. അവിടെ ചെന്ന് എല്ലാ പിള്ളേർക്കും ബീർ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അവർ ബാൻഡ് വായിക്കുന്നതുവരെ ഇവൻ നിർത്തിപ്പിക്കുന്നുണ്ട്.
ഈ കാര്യം അഞ്ജലിയുടെ അച്ഛൻ്റെ അടുത്തും യവൻ വന്ന് പറയുന്നുണ്ട്. ഈ മരണ വീട്ടിൽ ഇത്രയും ഉത്സാഹത്തോടെ നിൽക്കുന്ന യവനെ കാണുമ്പോൾ അവിടെയുള്ളവർ വിചാരിക്കുന്നത് മരിച്ചുപോയ ആ മുത്തശ്ശിയുടെ ഏതോ ഒരു ബന്ധു എന്നാണ്. ഇതിനുശേഷം ആ മരണ വീട്ടിനകത്തുള്ള എല്ലാവർക്കും വെള്ളം കൊണ്ടു കൊടുക്കുക എന്നുള്ള ഒരു വ്യാജേന അകത്ത് കയറിയിട്ട് അഞ്ജലിയുടെ അടുത്ത് അവൻ പറയുന്നു പുറകുവശത്തോട്ട് വരാൻ. അഞ്ജലി എങ്ങനെ പുറകുവശത്തോട്ട് വരുന്നു? അവിടെ വന്ന് അഞ്ജലി യവനിട്ട് ഒരു ചീത്തയാണ് കൊടുക്കുന്നത്. അമ്മുമ്മ മരിച്ചു കിടക്കുമ്പോൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് പുറകെ നടക്കാൻ നിനക്ക് നാണമില്ലേ എന്ന് അവൾ ചോദിക്കുന്നു. ഇത് മാത്രമല്ല, അവനെ അവളിൽ നിന്നും അകറ്റാൻ വേണ്ടി അവൾ ഒരു കള്ളത്തനം പറയുകയാണ്. എനിക്ക് നിന്നെയല്ല ഇഷ്ടം, നിന്റെ കൂടെയുള്ള ആ ശക്തിയെയാണ് ഇഷ്ടമെന്ന് പറയുന്നു. ഇത് കേട്ട സുഹേലിൻ്റെ മനസ്സ് തകർന്ന് പോവുകയാണ്. ഈ സമയം അവിടെ കുഴി വെട്ടിക്കൊണ്ടു നിന്ന ശക്തിക്ക് മരണത്തിന് വന്ന അയൽവക്കത്തുള്ള ഒരു ചേച്ചി കഞ്ഞിവെള്ളം കൊടുക്കുന്നുണ്ട് കുടിക്കാൻ വേണ്ടി. ശക്തിയാണെങ്കിൽ ആ ചേച്ചിയെ വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. അവൻ ചേച്ചിയുടെ ഫോൺ നമ്പർ ചോദിക്കുന്നു. അവർ ഫോൺ നമ്പർ ചിരിച്ചുകൊണ്ട് പറഞ്ഞും കൊടുക്കുന്നു. ശക്തി വിചാരിക്കുന്നു ചേച്ചി വളഞ്ഞു കഴിഞ്ഞു. ഈ സമയം സുഹേൽ അവിടെ എത്തുകയാണ്. എന്നിട്ട് ശക്തിയുടെ അടുത്ത് പറയുന്നു, ശക്തി വാ പോവാം, ഇവിടെ മൊത്തം പ്രാന്തന്മാരാണ്, ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. ഇത് കേട്ട ഉടനെ ശക്തി പറയുകയാണ്, ചിലർക്ക് ശരിയാകും, ചിലർക്ക് ശരിയാകില്ല, നീ പോണെങ്കിൽ പൊയ്ക്കോ, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇത് കേട്ടപ്പോഴേ സുഹേലിന് ദേഷ്യം വരുന്നു. ഒരു സഹോദരിയെ പോലെയാണ് നീ അവളെ കാണേണ്ടത്, നീ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് സുഹേൽ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. ഇത് കണ്ടു നിൽക്കുന്ന ശക്തി സ്വയം പറയുന്നു, ഞാനൊരു അക്കനെ വളയ്ക്കുന്നതിൽ യവൻ എന്താണ് കാര്യം? ഇതിനുശേഷം ശക്തി ആ ചേച്ചി കൊടുത്ത നമ്പർ എടുത്ത് വാട്സപ്പിൽ സൊള്ളാൻ തുടങ്ങുകയാണ്. സൊള്ളൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 സൊള്ളൽ. പക്ഷേ ആ ചേച്ചി ശക്തിക്ക് കൊടുത്ത നമ്പർ അവിടെയുള്ള SIയുടെ നമ്പരായിരുന്നു. SI ഈ സമയം റോഡരികിൽ വണ്ടി ചെക്ക് ചെയ്ത് കൊണ്ട് നിൽക്കുകയായിരുന്നു. SI ശക്തിയുടെ അടുത്ത് വീഡിയോ കോളിലൂടെ പറയുന്നു, ഞാൻ അങ്ങോട്ട് വരണോ, നീ അതാ ഇങ്ങോട്ട് വരണോ എന്ന്. അപ്പോഴാണ് ശക്തിക്ക് കാര്യം മനസ്സിലാവുന്നത്, ആ ചേച്ചി പണി തന്നതാണ് എന്ന്. ഇങ്ങനെ റോഡരികിൽ വണ്ടി ചെക്ക് ചെയ്ത് കൊണ്ട് നിൽക്കുന്ന SIയുടെ അടുത്തേക്ക് പ്രസന്നനും അവിടെ ട്യൂബ് ലൈറ്റ് കെട്ടാമെന്ന അണ്ണനുമായി എത്തുകയാണ്. എന്നിട്ട് പ്രസന്നൻ പറയുന്നു, ഇവിടെ ഒരു മുത്തശ്ശി മരിച്ചിട്ടുണ്ടെന്നും അവരെ കൊന്നതാണെന്നും കൊന്നത് അവരുടെ മരുമകനായ മുരളിയാണെന്നും പറയുന്നു. ഈ സമയം അവിടെ വണ്ടി ചെക്കിംഗ് ചെയ്യുന്ന സ്ഥലത്ത് ഇതെല്ലാം കേട്ടുകൊണ്ട് മറ്റൊരാൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുമായിരുന്നില്ല, അഞ്ജലിയുടെ വീട്ടിൽ പെയിന്റിംഗ് പണിക്ക് പോയ അനി വിചാരിക്കുന്നത് താൻ വെള്ളം മുഖത്ത് ചീറ്റിയത് കൊണ്ടാണ് ആ മുത്തശ്ശി മരിച്ചുപോയതെന്ന്. അനി അവിടെ നിന്ന് വണ്ടിയും എടുത്ത് എസ്കേപ്പ് ആവുന്നു. അനി അവിടെ നിന്ന് പോയ ഉടനെ തന്നെ SI പ്രസന്നൻ്റെ കൂടെ വന്ന ആ ട്യൂബ് കെട്ടാനൊക്കെ പോകുന്ന പുള്ളിയുടെ അടുത്ത് കാര്യം ചോദിക്കുന്നു. പ്രസന്നൻ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന്. അയാൾ എല്ലാ സത്യവും പറയുന്നു. മരണ വീട്ടിൽ കുഴിയെടുക്കുന്ന കാര്യം പറഞ്ഞ് പ്രസന്നനും ആ വീട്ടുകാരുമായി വഴക്കാവുകയും പ്രസന്നന് അടി കിട്ടുകയും ചെയ്തു. ഈ അടി കിട്ടിയ വൈരാഗ്യത്തിലാണ് പ്രസന്നൻ ഇതുപോലെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് ഉണ്ടാക്കുന്നതെന്ന് ഉള്ള കാര്യം അയാൾ തുറന്നു പറയുന്നു. ഇതോടുകൂടി പ്രസന്നന് SIയുടെ കയ്യിൽ നിന്നും അടി കിട്ടുന്നു. എന്നാൽ പോലീസ് ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പാതി വാർത്ത കേട്ട് അവിടെ നിന്നും ബൈക്കും എടുത്ത് പോയ അനി വേറൊരു സ്ഥലത്ത് വന്ന് നിന്നുകൊണ്ട് തൻ്റെ കൂടെ ജോലി ചെയ്ത സന്ദീപിനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോൾ പോലീസ് ആ മരണ വീട്ടിലോട്ട് വരും, എന്നിട്ട് ആ കിടക്കുന്ന ബോഡി അവർ പോസ്റ്റ്മോർട്ടം ചെയ്യും, എന്നെ പോലീസ് പിടിക്കുമെങ്കിൽ ഞാൻ നിന്റെ പേരും പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നു. എന്നിട്ട് ആ വാഷ് ചെയ്യുന്ന പ്ലഷർ മെഷീൻ അവിടെ നിന്ന് എടുത്തു മാറ്റാൻ പറയുന്നു. അത് തെളിവാണടാ തെളിവ് എന്ന് പറഞ്ഞതിന് ശേഷം കയ്യിലുണ്ടായിരുന്ന മൊബൈൽ കായലിൽ എറിഞ്ഞു കളഞ്ഞിട്ട് മണ്ടനായ അനി നാടുവിടുന്നു. ഇതിനിടയ്ക്ക് മരണ വീട്ടിൽ നിൽക്കുന്ന മുരളിയും വേണുവും എല്ലാം ഒരു കാര്യം അറിയുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ്റെ അച്ഛനും അമ്മയും ഗൂഗിൾ മാപ്പ് നോക്കി ആ മരണ വീട്ടിലേക്ക് വരികയായിരുന്നു. അവർ വഴിതെറ്റി എങ്ങോട്ടോ പോയി എന്ന്. അതായത് ബോഡി എടുക്കാൻ ഇനിയും സമയം എടുക്കുമെന്ന്. ഇത് കേട്ടപാടെ തന്നെ അവിടെ നിന്ന മെമ്പർ പറയുകയാണ്, ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് നേരത്തെ ബോഡി എടുക്കാമെന്ന്, എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ നിർത്തി മുഷിപ്പിക്കുന്നത്? ഇത് കേട്ട ആ കരയോഗം പ്രസിഡന്റ് വേണുവും ആ മരിച്ചുപോയ മുത്തശ്ശിയുടെ അനിയനും കൂടെ പറയുകയാണ്, നമ്മുടെ സമുദായക്കാരനാണ് ഈ ചടങ്ങ് ചെയ്യാനിരുന്നതെങ്കിൽ ഇനിയും 3 ദിവസം എടുത്തേനെ എന്ന്. അതായത് മുരളിയുടെ മകൻ ഗൾഫിലാണ്, അവന് വരാൻ പറ്റില്ല. അതുകൊണ്ട് മുത്തശ്ശിയുടെ ഇളയ മകളെ കല്യാണം കഴിച്ചിരിക്കുന്ന രാജേന്ദ്രൻ്റെ മകനാണ് ഈ ചടങ്ങ് ചെയ്യാൻ പോകുന്നത്. ഈ രാജേന്ദ്രൻ വേറെ സമുദായത്തിൽ ഉള്ള ഒരാളാണ്. ഈ ഉദ്ദേശത്തിലാണ് ആ കരയോഗം പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. ഇതുമാത്രമല്ല, ഈ കരയോഗം പ്രസിഡന്റായ എൻ്റെ ഔദാര്യത്തിലാണ് രാജേന്ദ്രൻ്റെ മകൻ ഈ ചടങ്ങ് നടത്താൻ പോകുന്നത് എന്ന ഉദ്ദേശത്തിൽ അവിടെ നിന്ന് അയാൾ സംസാരിക്കുന്നു. ഇത് കേട്ട രാജേന്ദ്രന് ദേഷ്യം വരുന്നു. ഈ കാര്യം പറഞ്ഞ് കരയോഗം പ്രസിഡന്റ് വേണുവും രാജേന്ദ്രനുമായി വഴക്കാവുന്നു. നിനക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യടാ എന്ന് വേണുവും പറയുന്നു. ഉടനെ തന്നെ രാജേന്ദ്രൻ തൻ്റെ മകൻ്റെ അടുത്ത് പറയുന്നു, നീ ചടങ്ങൊന്നും ചെയ്യേണ്ട, വീടിന് പുറത്തേക്കിറങ്ങി പോകാൻ പറയുന്നു. അവൻ പുറത്തേക്കിറങ്ങി പോകുമ്പോൾ മുരളി പരമാവധി അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് പോകരുത് എന്ന്. പക്ഷേ അവൻ ആര് പറയുന്നതും കേൾക്കുന്നില്ല. അവൻ നേരെ വണ്ടിയും എടുത്ത് അവിടെ നിന്നും പോകുന്നു. ഈ സമയം മുട പിടിച്ച വേണു മുരളിയുടെ അടുത്ത് പറയുകയാണ്, ഇനി ചടങ്ങ് നമ്മുടെ കൂട്ടത്തിലുള്ള ആരെങ്കിലും ചെയ്താൽ മതിയെന്ന്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ചടങ്ങ് ചെയ്യാനുള്ള ആണ് എന്ന് പറയുന്നത് മുരളിയുടെ മകനാണ്. മുരളിയുടെ മകൻ ഇപ്പോൾ ഗൾഫിലാണ്. അവൻ ഇവിടെ വരണമെങ്കിൽ ഇനി 3 ദിവസം എടുക്കും.
ഇനി വേറെ ആർക്കെങ്കിലും ആ ചടങ്ങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ രക്തത്തിൽപ്പെട്ട ഏതെങ്കിലും ആണുങ്ങൾക്ക് മാത്രമേ ഈ ചടങ്ങ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഈ സമയമാണ് സുഹേൽ അടിച്ച് ഫിറ്റായി അഞ്ജലിയുടെ പ്രണയത്തിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി ആ വീട്ടുനടയിലേക്ക് വീണ്ടും വരുന്നത്. സുഹേലിനെ കണ്ട അവിടെ നിന്ന ഒരു ബന്ധു സ്ത്രീ പറയുകയാണ്, ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇവൻ മുത്തശ്ശിയുടെ ഒരു ബന്ധു എന്നാണ്, എങ്കിൽ ഇവനെ കൊണ്ട് ചടങ്ങ് ചെയ്യിപ്പിക്കാമെന്ന് അവർ പറയുന്നു. ഉടനെ തന്നെ സുഹേലിനെ ഡ്രസ്സൊക്കെ മാറ്റി ആ ചടങ്ങ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഇറക്കുകയാണ്. ഇത് കണ്ട അഞ്ജലി അവിടേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നു, ഇയാൾ നമ്മുടെ ബന്ധു ഒന്നുമല്ല. ഇത് കേട്ടപാടെ തന്നെ സുഹേൽ താൻ ആരാണെന്ന് സ്വയം വെളിപ്പെടുത്തുന്നു. താൻ സുഹേൽ മുഹമ്മദ്. ഇത് എന്താണ് നടക്കുന്നതെന്ന് മുരളി തൻ്റെ മകളായ അഞ്ജലിയുടെ അടുത്ത് ചോദിക്കുന്നു. തനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്നും താൻ വിളിച്ചിട്ടല്ല ഇയാൾ വന്നതെന്നും അവൾ വ്യക്തമാക്കുന്നു. എന്നാൽ കരയോഗം പ്രസിഡന്റ് വേണുവിന് ഇതൊന്നും അത്രയ്ക്കങ്ങ് വിശ്വാസമായിരുന്നില്ല. ഈ സമയം അടിച്ച് ഫിറ്റായി നിൽക്കുന്ന സുഹേൽ പറയുകയാണ്, 4 കൊല്ലം ഞാൻ നിന്റെ പുറകെ നടന്നില്ലേടി, നിനക്ക് ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ അടുത്ത് ഇഷ്ടമാണ് എന്ന് ഒന്ന് പറഞ്ഞാൽ എന്താണ് എന്ന്. ഇത് കേൾക്കുന്ന ബന്ധു രാജേന്ദ്രന് കാര്യം മനസ്സിലാകുന്നു. അടി കിട്ടേണ്ട കുറവ് ഈ സുഹേലിനാണ് എന്ന്. അതുപോലെ തന്നെ സുഹേലിന് അടിയും കൊടുത്ത് അവിടെ നിന്നും എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നു. ഇതിനുശേഷം വേണു പറയുന്നുണ്ട്, പന്തളത്തുള്ള കല്യാണം ഇനി നടക്കില്ല എന്ന്. ഇത് കേട്ട അഞ്ജലി അയാളുടെ മുഖത്ത് നോക്കി തന്നെ പറയുന്നു, അല്ലെങ്കിലും ആ കല്യാണ ആലോചന തനിക്ക് വേണ്ട എന്ന്. ഇതിനിടയ്ക്ക് ഒരു ബന്ധുസ്ത്രീ പറയുന്നുണ്ട്, മരണ വീട്ടിൽ കല്യാണക്കാര്യവും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഇവിടെ കത്തിക്കാനും ആരുമില്ല, എൻ്റെ അക്കച്ചി കിടന്ന് അഴുവുകയേ ഉള്ളൂ. ഇത് കേട്ട വേണു ഉടനെ തന്നെ പറയുന്നു, ഇനി 3 ദിവസം കഴിഞ്ഞ് മുരളിയുടെ മകൻ വന്നിട്ട് ചടങ്ങ് നടത്തിയാൽ മതി, അതുവരെ ബോഡി മോർച്ചറിയിൽ വച്ചിരിക്കാം. ഇത് കരയോഗത്തിൻ്റെ തീരുമാനമാണെന്ന് കരയോഗം പ്രസിഡന്റ് വേണു പറയുന്നു. അങ്ങനെ മുത്തശ്ശിയുടെ ബോഡിയെ ആംബുലൻസിൽ കയറ്റി മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. ഈ സമയം അവിടെ ഉണ്ടായിരുന്നവർ എല്ലാം പറയുന്നു, ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ആ പാവം മുത്തശ്ശി അനാഥപ്രേതം പോലെ മോർച്ചറിയിൽ ഇനി 3 ദിവസം ഇരിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യണ്ടെന്ന് അവരെല്ലാവരും വാവിട്ട് കരഞ്ഞ് പറയുന്നുണ്ട്. കൂടെ അഞ്ജലിയും അഞ്ജലിയുടെ അമ്മയും. അങ്ങനെ ബോഡി പുറത്തേക്ക് എടുക്കുകയാണ് മോർച്ചറിയിൽ കൊണ്ടുപോകാൻ വേണ്ടി. ഈ സമയം അഞ്ജലി കരഞ്ഞു പറയുന്നുണ്ട്, വേറെ നിവൃത്തി ഇല്ല എന്ന് മുരളി അവളെടുത്ത് പറയുന്നു. ഇത് കേൾക്കുന്ന ആ മുത്തശ്ശിയുടെ സഹോദരൻ പറയുകയാണ്, യവൻ ഇത്ര കിഴങ്ങനായതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളുടെ വാക്കെല്ലാം കേൾക്കുന്നതെന്ന്. ഉടനെ തന്നെ കരയോഗം പ്രസിഡന്റ് വേണുവും പറയുന്നുണ്ട്, നിന്റെ മുത്തശ്ശിയുടെ കർമ്മം ഇപ്പോൾ നടത്തണമെങ്കിൽ നിന്റെ മുത്തശ്ശിക്ക് ആമ്പിളർ ആരെങ്കിലും ഉണ്ടായിരിക്കണമെന്ന്. ഉടനെ തന്നെ അഞ്ജലി തിരിച്ചു ചോദിക്കുന്നു, ആമ്പിളർ കർമ്മം നടത്തിയാലേ പറ്റുള്ളൂ എന്നുണ്ടോ? ഇതിന് മറുപടിയായി വേണു അഞ്ജലിയെ വഴക്കു പറയുന്നു. ആംബുലൻസിൽ ബോഡി കയറ്റുന്നതിനിടയിൽ മുരളി ഒന്ന് നിൽക്കുന്നു. എന്താണ് ആലോചിച്ച് നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ മുരളി ഉടനെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന മെമ്പറിൻ്റെ അടുത്ത് ആ ബോഡി പിടിക്കാൻ പറഞ്ഞിട്ട് അഞ്ജലിയുടെ അടുത്ത് പറയുന്നു, നിന്റെ അമ്മയുടെ അടുത്ത് പട്ടുമുടുത്ത് തലയിൽ ഒരു തൊട്ടി വെള്ളവും എടുത്ത് ഒഴിച്ചുകൊണ്ട് വരാൻ പറയുന്നു. ഇത് കേട്ടപാടെ തന്നെ അഞ്ജലിയുടെ മുത്തശ്ശിയുടെ അനിയൻ ചോദിക്കുന്നു, നിന്റെ ഉദ്ദേശം എന്താണെന്ന്. ഉടനെ തന്നെ മുരളി പറയുകയാണ്, സാവിത്രി മാമിയുടെ കർമ്മം അവരുടെ പെൺമക്കൾ ചെയ്യുമെന്ന്. ഇത് കേട്ട പാടെ തന്നെ കരയോഗം പ്രസിഡന്റ് വേണു പറയുകയാണ്, അത് തീരുമാനിക്കേണ്ടത് നീയല്ല ഞാനാണെന്ന്. എന്നാൽ മുരളി തിരിച്ചു പറയുന്നു, എൻ്റെ വീട്ടിലെ കാര്യം ഞാൻ തീരുമാനിക്കും. ഇത് കേട്ട പാടെ തന്നെ വേണു പറയുന്നു, ഇനി ഒരു കാര്യത്തിനും കരയോഗം നിന്റെ കൂടെ ഉണ്ടാകില്ല. മുരളി പറയുന്നു, വേണ്ട, നീയൊക്കെ ഇല്ലെങ്കിൽ അത്രയും സമാധാനം, അല്ലെങ്കിൽ നീയൊക്കെ മാത്രമാണോ ഇവിടുത്തെ കരയോഗം? ഇനി ഇവിടെ കയറി ഉണ്ടാക്കാൻ വരരുത്, ഇറങ്ങടാ എൻ്റെ വീട്ടിൽ നിന്ന്. ഇങ്ങനെ വേണുവിനെ മുരളി ആട്ടി ഇറക്കി വിടുന്നു. പോകുന്ന പോക്കിന് വേണു ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടാണ് പോകുന്നത്, എടാ മുരളി, നീയും ഒരു നാൾ മരിക്കും, അന്നേ ഈ വേണുവിൻ്റെ വില നീ മനസ്സിലാക്കുകയുള്ളൂ. ഇതിനും മുരളിയുടെ വായിൽ നിന്നും നല്ല ആട്ടാണ് വേണുവിനെ കിട്ടുന്നത്. അങ്ങനെ അതുവരെയുള്ള പതിവെല്ലാം തെറ്റിച്ചുകൊണ്ട് അഞ്ജലിയുടെ മുത്തശ്ശിയുടെ കർമ്മങ്ങളെല്ലാം അഞ്ജലിയുടെ അമ്മ തന്നെ ചെയ്യുന്നു. സിനിമയുടെ അവസാനം അഞ്ജലിയുടെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ വന്ന അനിയെ കാണിക്കുന്നുണ്ട്. അഞ്ജലിയുടെ മുത്തശ്ശി മരിക്കാൻ കാരണം താനാണെന്ന് വിചാരിച്ച് അമ്മച്ചി ശാപം കിട്ടാതിരിക്കാൻ വേണ്ടി സകല മുത്തശ്ശിമാരുടെയും കാലിൽ തൊട്ട് തൊഴുകയാണ് പാവമനി. അതിനുശേഷം കാശിക്ക് പോകാൻ വേണ്ടി ഒരു ട്രെയിനിൻ്റെ അകത്ത് കയറിയിട്ട് ആ ട്രെയിനിൽ നിൽക്കുന്ന ആളടുത്ത് ചോദിക്കുന്നു, ഈ ട്രെയിന് കാശിയിലേക്കല്ലേ എന്ന്. അപ്പോൾ അയാൾ പറയുന്നു, ഇത് കൊല്ലത്തേക്കാണെന്ന്. അതായത് ആ ട്രെയിനും മാറി പാവം. ഇവിടെ സിനിമ അവസാനിക്കുന്നു.